നമ്മുടെയൊക്കെ ബഹുമാന്യനായ കെ സുരേന്ദ്രന്റെ 5ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കിടക്കുന്നില്ല. KPCCയുടെ ജനറൽ സെക്രട്ടറിയായും INDCയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായും പ്രവർത്തിച്ച് സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിച്ച ഏറെ ബഹുമാനായ സുരേന്ദ്രന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് ശേഷം എനിക്ക് അവിടെ കൊണ്ടുതരാം. ഞാനവിടെ കൊണ്ടുവരാം. പ്രിയമുള്ളവരെ, ശ്രീ കെ സുരേന്ദ്രന്റെ നമ്മെ വിട്ടു പിരിഞ്ഞ് 5 വർഷം തികയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെയും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതുപോലെ INDC എന്ന ട്രേഡ് യൂണിയനും ശക്തമായ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയ KPCCയുടെ ജനറൽ സെക്രട്ടറി, അതിലുപരി കണ്ണൂർ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വളരെ കാലം പ്രവർത്തിച്ചു മുന്നോട്ട് പോയ ആ കാലഘട്ടമൊക്കെ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മറക്കാൻ പറ്റാത്ത ഒരു മുഖമായിരുന്നു സുരേന്ദ്രേട്ടന്റെ മുഖം. എന്നും പുഞ്ചിരിയോടുകൂടി
പ്രവർത്തകരെ എല്ലാം പേരെടുത്തു വിളിക്കാൻ പറ്റുന്ന ജില്ലയിലെ അപൂർവ നേതാക്കന്മാരിൽ ഒരു നേതാവായിരുന്നു സുരേന്ദ്രേട്ടൻ. അദ്ദേഹത്തിന്റെ വിടവ് ഇന്നും ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ INTUC എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ രംഗത്തും നിലനിന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. നേരത്തെ ചെറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പരിപാടിയും പള്ളിക്കുന്നിലും വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടുത്തെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ, AICC മെമ്പർ PA നാരായണൻ, മുൻ മേയർ TO മോഹനൻ, ചന്ദ്രൻ തില്ലങ്കേരി, INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ജോസ് കാത്തോട്ടം, UDFന്റെ ചെയർമാൻ PT മാത്യു, BB പുരുഷോത്തമൻ, MP ഉണ്ണികൃഷ്ണൻ, റഷീദ്, ഡെപ്യൂട്ടി മേയർ ഇന്ദിര, ശ്രീ K പ്രമോദ്, ശ്രീ ഗായക്കുൽ രാഹുൽ, ശ്രീ ബിജു ഉമ്മർ, ശ്രീ റഷീദ് കവായ്, KSU ജില്ലാ പ്രസിഡന്റ് അതുൽ, നൌഷാദ് ബ്ലാത്തൂർ, ബാലകൃഷ്ണൻ മാസ്റ്റർ, കോക്കിരി രാജേഷ് ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, DCC സെക്രട്ടറി ഗിരിജേച്ചി ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ സുരേന്ദ്രേട്ടന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി നിയന്ത്രിക്കുന്നതിനു വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജിനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ, ഏറെ പ്രിയങ്കരനായ AICC മെമ്പർ PA നാരായണൻ, UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ PT മാത്യു, ശ്രീ ചന്ദ്രൻ തെല്ലങ്കേരി, ശ്രീ TO മോഹനൻ, INTUC ജില്ലാ പ്രസിഡന്റ് ജോർജ് ജോസഫ് പ്ലാത്തോട്ടം, പ്രിയപ്പെട്ട PCC വൈസ് പ്രസിഡന്റ് BB പുരുഷോത്തമൻ, ശ്രീ MP ഉണ്ണികൃഷ്ണൻ, PP അബ്ദുൾ റഷീദ്, ഡെപ്യൂട്ടി മേയർ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ശ്രീജ മഠത്തിൽ, INTUC ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസഫ് പാത്തോട്ടം, INTUC KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ്, ജവപാലജനവേദിയുടെ ജില്ലാ പ്രസിഡന്റ് മുരളി കൃഷ്ണൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, അതിലെല്ലാം ഉപരിയായി സുരേന്ദ്രേട്ടന്റെ പുത്രി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുടുംബാംഗങ്ങൾ, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ INTUCയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായും KPCCയുടെ ജനറൽ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ച് നമ്മുടെ ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിന് ഏറെ മാതൃകയായിട്ടുള്ള ശ്രീ സുരേന്ദ്രന്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം ദുഃഖവും ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്കറിയാം. മരിച്ച 5 വർഷം കഴിഞ്ഞിട്ടും സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ വേർപാട് നമുക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. കാരണം എല്ലാ രംഗത്തും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് എങ്കിലും അദ്ദേഹം വന്ന ആ വഴികൾ കൃത്യമായി ആ വന്ന വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണയും ഓർമ്മയും വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിലകൊണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ എന്നും ഒരു സാധാരണ പ്രവർത്തകനായി DCCയുടെ പ്രസിഡന്റായിരിക്കുമ്പോഴും
APCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ ഒരു സാധാ പ്രവർത്തകനായി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മുടെ സ്തൂപത്തിൽ അദ്ദേഹത്തിന്റെ ആ ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ചിരി എന്നും എപ്പോഴും എല്ലാവരുടെ അടുത്തും അദ്ദേഹം ആ ചിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ആരോടും ഒരു ദേഷ്യമോ വിദ്വേഷമോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന പൊതുപ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. INDC പ്രവർത്തകനായി തുടങ്ങി കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് എത്തുമ്പോഴും INDC മാതൃസംഘടനയിൽ നിൽക്കുമ്പോഴും INDC തൊഴിലാളികളുടെ വിഷയങ്ങൾ അതിനകത്ത് ഏറെ പ്രാധാന്യത്തോടുകൂടി ആ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടത്തുന്നതിനും അദ്ദേഹം മുൻപന്തിൽ നിന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരു സമയവും ലഭിക്കില്ല. കാരണം അത് ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിന്റേതായ തിരക്കുകൾ ഉണ്ടാവും. പക്ഷേ സുരേന്ദ്രൻ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഏത് രാത്രിയായാലും ഏത് പകലായാലും INDC തൊഴിലാളികളുടെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ കാണാനും അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും അദ്ദേഹം എന്നും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു ചർച്ച ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെ തൊഴിലാളി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിലായാലും ലേബർ ഡിപ്പാർട്ട്മെന്റിലായി ഇവിടെ ഏതും ചർച്ച നടത്തിയാൽ വാസ്തവത്തിൽ ആ ചർച്ചയുടെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത്, ആ ചർച്ചയിൽ തീരുമാനം വരുന്നത് സുരേന്ദ്രേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം അത്രമാത്രം ഏത് വിഷയങ്ങളിൽ നമുക്കറിയാം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും ഏത് ഭാഷയിൽ വേണേലും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ അദ്ദേഹം സംസാരിക്കുകയും ജനങ്ങളെ കയ്യിലെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും അദ്ദേഹം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ വാക്ചാതുര്യം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം അത് കണ്ടിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്, മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അത്രമാത്രം ഒരു പ്രസംഗത്തിലായാലും പ്രവർത്തനത്തിലായാലും അദ്ദേഹം കാണിച്ചിരിക്കുന്ന ആ ഒരു വ്യത്യസ്തത നമ്മളെ എന്നും ഓർമ്മിപ്പിക്കുകയാണ്. യാതൊരു ഈഗോയുമില്ല. നമുക്കറിയാം, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേതാക്കന്മാര് വേറൊരാളുടെ പരിപാടി ഏറ്റെടുത്താൽ അവർ വന്നില്ലെങ്കിൽ പോകാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ സുരേന്ദ്രേട്ടന് ഏത് ചെറിയ നേതാവ് പരിപാടി ഏറ്റെടുത്താലും അവരോട് എത്തിയില്ലെങ്കിൽ സുരേന്ദ്രേട്ടൻ ഫ്രീ ആണെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ച് ഒന്ന് വരാമോ എന്ന് ചോദിച്ചാൽ അതാരാണ് ആ പരിപാടി ഏറ്റെടുത്തത് എന്നുള്ളത് അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹം ഫ്രീ ആണ് എങ്കിൽ ആ പരിപാടിക്ക് കൃത്യമായി അദ്ദേഹം പോവുകയും എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായ കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ INDC സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ആ സുരേന്ദ്രേട്ടന്റെ വേർപാട്, സതീശൻ പാച്ചേനിന്റെ വേർപാട്, രണ്ട് നേതാക്കന്മാരും പെട്ടെന്ന് ഒന്നിച്ച് രണ്ട് DCC പ്രസിഡന്റുമാര് APC ജനറൽ സെക്രട്ടറിമാരായിരുന്ന രണ്ടുപേരും ഒന്നിച്ച് ആണ് ഈ ജില്ലയിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ വിടവ് ഇന്നും നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് സർവേശ്വരൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം സംസാരിക്കുന്നതിന് വേണ്ടി INDCയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹചാരി പ്രിയപ്പെട്ട R ചന്ദ്രശേഖരനെ അവരുടെ ആദരവോടും ക്ഷണിച്ചു. പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും എന്റെ സഹോദരനും സഹപ്രവർത്തകനുമായ ശ്രീ മാർട്ടിൻ, സദസ്സിലും വേദിയിലുമൊക്കെയുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരുടെ നേതാക്കളുടെ സുഹൃത്തുക്കളെ, കെ സുരേന്ദ്രനെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒരു കോവിഡിന്റെ മൂർധന്യ ഭാവത്തിൽ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം രാവിലെ തലേ ദിവസം ഞങ്ങൾ ദീർഘമായി സംസാരിക്കുന്നു. രാവിലെ പ്രമോദാണ് എന്നെ വിളിക്കുന്നത്. പ്രമോദ് വിളിച്ചു പറഞ്ഞു, സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു വേർപാടായിരുന്നു. നമ്മൾ 5 വർഷം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറിയ കാലയളവാണെങ്കിലും സുരേന്ദ്രന്റെ ഒരു ഗ്യാപ്പ് നികത്താൻ നമുക്ക് ഒരാളിനെ കിട്ടുക വളരെയേറെ പ്രയാസമാണ്. കിട്ടത്തില്ല എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ലളിതമായ ജീവിതവും, ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകൾക്ക് വന്നാൽ വളരെ ചെറിയ സൗകര്യത്തിൽ താമസിക്കാനും എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറാനും
ഒരു തൊഴിലാളി ആയി ജീവിതം വളരെ ചെറിയ കൂലിയിൽ ഒരു തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന തിരുവേപ്പതി മില്ലിന്റെ അടുത്തുകൂടി ഞങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ അവിടെ ഈ മില്ലിനെ കാണിക്കുകയും മില്ലിനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന എനിക്കതെന്താ ഒരു സംസാരിക്കാനാണെങ്കിൽ എത്രയോ കാലഘട്ടത്തിലെ ബന്ധമാണ്. ഞാൻ സംസ്ഥാന INTUCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതിനു മുമ്പുള്ള നമുക്കൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിലെ എല്ലാ പരിപാടികളിലും വരികയും ഒരുപക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ നിത്യ സന്ദർശകനായിരുന്നു സുരേന്ദ്രൻ. നല്ല ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ സുരേന്ദ്രന്റെ പ്രസംഗമാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രസംഗം. ഒരുപക്ഷെ NRന്റെ കാലശേഷം NRന്റെ സ്വന്തം ആളായിട്ട് സ്വന്തം സർക്കാരിയായിട്ട് നടക്കുന്ന കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അന്വേഷണന്റെ കൂടെ അപ്പോൾ എത്രയോ കാലത്തെ MS കുമാരൻ, രത്നാകരൻ ചേട്ടൻ, P നാരായണൻ എന്ന് വേണ്ട തലമുറയിലൊക്കെയുള്ള എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് എത്രയോ കാലം പ്രവർത്തിച്ചതാണ്. സുരേന്ദ്രന്റെ നഷ്ടം എന്ന് പറയുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് INTUCക്ക് വലിയ നഷ്ടം തന്നെയാണ്. എല്ലാ കാലത്തും ഏത് പദവി കിട്ടുമ്പോഴും DCC പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ പിന്നീട് INTUCയെ കുറിച്ച് ഓർക്കണ്ടാത്തവരായി മാറുന്ന ഒരു കാലമാണ്. മറ്റൊന്നല്ല കേട്ടോ. അപ്പോൾ ഒരു പാർട്ടി പദവി കിട്ടുമ്പോൾ തൊഴിലാളി മേഖലയെക്കുറിച്ച് ഓർമ്മിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഏത് പാർട്ടി പദവി കിട്ടിയപ്പോഴും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാവുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ജോലി തന്നെയാണ്. എങ്കിലും ആ സമയത്ത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലും INTUCക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്മനസ് കാണിക്കുകയും എല്ലാ കേന്ദ്ര യോഗങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ സൂചിപ്പിച്ചു കൊണ്ടുവരുന്ന ചില കുറിപ്പുകൾ വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറയും, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഞാനൊന്ന് സംസാരിക്കാൻ പറയും. ഏത് ഭാഷയിൽ സംസാരിക്കുന്നു? അപ്പോൾ ഹിന്ദി പറയാൻ. അപ്പോൾ ഹിന്ദിയിൽ സുരേന്ദ്രന്റെ പ്രസംഗം ചെറിയ കാര്യമല്ല. നമ്മളിപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നും ലഭ്യമാകാത്തൊരു കഴിവാണ്. ഹിന്ദിയിൽ INTUCയുടെ ദേശീയ സമ്മേളനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം നടത്തുന്ന ഒരാളാണ് സുരേന്ദ്രൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ INTUCയെ സംബന്ധിച്ച് ഞാനന്ന് ഇവിടെ എത്താനായിട്ടന്ന് ഞാൻ തൊടുപുഴ ഒരു പരിപാടി പങ്കെടുക്കുന്നു. ഇതിന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഈ കുന്നംകുളം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പനിയാവുന്നത്. എനിക്ക് പനിയായപ്പോൾ ഞാൻ കേസുകാരനെ വിളിച്ച് ചോദിച്ചു, എനിക്ക് പനി വന്നിട്ടുണ്ട്, നല്ല ടെമ്പറേച്ചർ തോന്നുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ് വരണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും എനിക്കത് മറക്കാൻ കഴിയില്ല. ആ ഒരു സമയത്ത് അവിടെ വന്ന് കാണാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ സുരേന്ദ്രൻ എൻ്റെ സഹോദരനാണ്. എൻ്റെ വീട്ടിൽ എത്രയോ പ്രാവശ്യം എൻ്റെ വീട്ടിലെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ആളായിട്ട് സുരേന്ദ്രൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും വരുമായിരുന്നു. സൂര്യയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്തായാലും ഇന്ന് ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനം ടെക്സ്റ്റൈൽ ഫെഡറേഷൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായ ടെക്സ്റ്റൈൽ ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റി കണ്ണൂരിൽ വെച്ച് DCC ഓഫീസിൽ വെച്ച് ഇങ്ങനെയൊരു യോഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധമായി ഈ ദിവസം വരാം എന്ന് പറഞ്ഞതാണ്. നല്ല അധികത്തിലൂടെ പങ്കെടുക്കാനും നാട്ടിൽ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറന്നു പോകാൻ കഴിയാത്ത ഒരു സ്നേഹിതൻ, സഹോദരൻ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഇടപെടുന്ന ഒരാളായിരുന്നു സുരേന്ദ്രൻ്റെ. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതുകൊണ്ട് 5 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് 5 നിമിഷം മുമ്പ് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്ന എൻ്റെ ആത്മമിത്രവും സഹോദരനുമായിരുന്ന സുരേന്ദ്രൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. മാത്രമല്ല, ഞാൻ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ വർഷവും പ്രധാനപ്പെട്ടവരൊക്കെ P നാരായണൻ തന്നെ എത്ര കിലോമീറ്റർ ഓടിയാണ് ഇവിടെ. അല്ല, നമുക്കൊരു അങ്ങനെ ഒരു ഓർമ്മ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരുപാട് ആളുകൾ, ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ വേണ്ടിയല്ല, എന്നാലും ശരി, എല്ലാവരും ഇങ്ങനെയൊന്ന് ഓടി രാവിലെ വന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സുരേന്ദ്രനെ ഒന്ന് ഓർമ്മിക്കാനും നമ്മുടേതായ പ്രവർത്തന മേഖലകളെ കുറിച്ച് ആലോചിക്കാനും ടെക്സ്റ്റൈൽ മേഖലകളൊക്കെ സ്ഥിതി പരമദയനീയമാണ്. ടെക്സ്റ്റൈൽ മേഖലയിലൊന്നും ആർക്കും, ഞാനിപ്പോൾ ഗംഗാധരന്റെ കൂടെ ഉണ്ടായിരുന്നു ഖാദിയെ കുറിച്ച് ചോദിച്ചപ്പോഴും നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. എല്ലാ പരമ്പരാഗത വ്യവസായ മേഖലകളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി സർക്കാരുകൾ പാഞ്ഞു പോകുന്ന ഒരു അഭിനവ സർക്കാർ സംവിധാനത്തിനു വേണ്ടി ധൃതി പിടിച്ചോടുന്ന ഒരു സാഹചര്യത്തിൽ പരമ്പരാഗത സാധാരണ തൊഴിലാളികളെ ഓർക്കാനും അവരുടെ മേഖലകളിൽ ശാശ്വതമായ ഒരു ജീവിതക്രമം ഉണ്ടാക്കാനുമുള്ള ഒരു നമ്മുടെ ശ്രമത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും INTUCയുടെ ഒന്നിച്ചു നിൽക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേന്ദ്രന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.
ചുരുങ്ങിയ വാക്കുകൾ ആശംസകൾ അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ പ്രൊഫസർ എ ഡി മുസ്തഫ എക്സാമിൽ അധ്യക്ഷൻ ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, ബഹുമാന്യനായ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ, പ്രിയമുള്ള സഹപ്രവർത്തകർ, ശ്രീ സുരേന്ദ്രനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ 1000 കാര്യങ്ങളാണ് മനസ്സിൽ കടന്നു വരുന്നത്. ഞാനും സുരേന്ദ്രനുമായുള്ള ബന്ധം ഒരു 45 വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ്. വളരെ ചെറിയ നിലയിൽ ആരംഭിച്ചു. തെക്കി ബസാറിലെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി ജീവിതം ആരംഭിച്ച് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി മാറിയ ശ്രീ സുരേന്ദ്രന്റെ ജീവിതം നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനമായ അധ്വാനത്തിന്റെയും പ്രതീകമാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സുരേന്ദ്രനുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് എനിക്കാണ്. ഞാൻ കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റായപ്പോൾ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റായിരുന്നു. ഞാൻ കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനായപ്പോൾ സുരേന്ദ്രൻ വൈസ് ചെയർമാനായിരുന്നു. ഞാൻ ഹാൻഡ്ലൂം വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന്റെ ചെയർമാനായപ്പോൾ സുരേന്ദ്രൻ അതിന്റെ ഡയറക്ടറായിരുന്നു. സുരേന്ദ്രൻ DCC പ്രസിഡന്റായപ്പോൾ ഞാൻ UDFന്റെ ജില്ലാ ചെയർമാനായിരുന്നു. സുരേന്ദ്രൻ INTUCയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്താണ് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ പ്രസിഡന്റായും പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാം ജീവനക്കാരുടെ പ്രസിഡന്റായും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഒരു മറയില്ലാതെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ. അദ്ദേഹം അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാന്തരം സഹപ്രവർത്തകൻ. DCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും സന്ധ്യാസമയത്ത് വേറെ ജോലിയൊന്നുമില്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം സാമ്പത്തികമായി വലിയ പ്രയാസത്തിലായിരുന്നു. കാരണം അന്ന് ഓഫീസ് ഉണ്ടായില്ല. ഒരു വാടക കെട്ടിടത്തിൽ താളിക്കാവൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭീമമായ ഓഫീസ് വാടകയെ നടത്തിക്കൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം നടത്താമെന്ന പ്രയാസങ്ങളെ കുറിച്ച് നന്നായി മറയില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സുരേന്ദ്രൻ വർഷങ്ങളോളം കണ്ണൂർ ജില്ലയിലെ പൊതുജീവിതത്തിന്റെ ഒരു നല്ല ഭാഗമായിരുന്നു. ഒന്നാന്തരം പ്രാസംഗികനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശ്ചയദാർഢ്യത്തോടുകൂടി കാര്യങ്ങൾ നീക്കിയ ധീരനായ ഒരു സഹപ്രവർത്തകനും നേതാവുമാണ് ശ്രീ സുരേന്ദ്രൻ. പോയി വർഷങ്ങൾ 5 കഴിഞ്ഞു. ആ വലിയ നല്ല മനുഷ്യന്റെ ഓർമ്മ വെക്കുമ്പോൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. KPCC സെക്രട്ടറി AICC മെമ്പർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ഏറെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട INTUCയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ചന്ദ്രശേഖരൻ, അധ്യക്ഷവേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ, ശ്രീ സുരേന്ദ്രന്റെ പ്രിയപ്പെട്ട മകൾ ശ്രുതി ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ സുരേന്ദ്രൻ നമ്മെ വിട്ടുപിരിഞ്ഞ് ഇന്ന് 5 വർഷം തികയാണ് എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല. 5 വർഷം തന്നെ ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഞാനും ശ്രീ സുരേന്ദ്രനും KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു. ശ്രീ സുരേന്ദ്രനും ഞാനും സുരേന്ദ്രൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് തന്നെ ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ ഈ ജില്ലയിലും പുറത്തും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പോയിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേ ദിവസം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായിരിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അദ്ദേഹത്തിന്റെ ചൊവ്വാലിലെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു.
ശൈല ടീച്ചറുടെ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് നടത്തിയ ഒരു പത്രസമ്മേളനമായിരുന്നു കാരണം. ആ മാർച്ചിൽ പ്രതിരോധിക്കാൻ പിറ്റേ ദിവസം നടത്തിയ ചോമ്പാലിലെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിയ ഒരു വലിയ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം ആ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ വന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ടെലിഫോണിൽ സംസാരിച്ച് അതിനുശേഷമാണ് പ്രിയപ്പെട്ട ശ്രീ പ്രമോദിന്റെ ഒരു ഫോൺ കോൾ വന്നത്. ശ്രീ സുരേന്ദ്രൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിരുന്നു. ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അധ്വാനിച്ചും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു ജീവിതത്തോടെ കടന്നു വന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, KPCയുടെ ജനറൽ സെക്രട്ടറിയായി, INDUCയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് വരെ വരുന്ന ശ്രീ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ അസാധാരണമായ ഒരു പ്രവർത്തന ശൈലിയും സ്വഭാവവും ഒക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വളരെയേറെ മുതൽക്കൂട്ടിയായിട്ടുണ്ട് ഈ ജില്ലയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമീപ കാലഘട്ടത്തിലുണ്ടായിരുന്ന 2 നേതാക്കന്മാരുടെ നഷ്ടം ശ്രീ സുരേന്ദ്രനായാലും ശ്രീ സതീശൻ പാച്ചേനിയായാലും അതിനു മുന്നേ നമ്മൾ വിട്ടുപോയ ഒരുപാട് സീനിയർ നേതാക്കന്മാർ ഈ ജില്ലയിലെ കോൺഗ്രസിന് ഇല്ലാത്ത നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം ബഹുമാന്യനായ ഒരു ജ്യേഷ്ഠ സഹോദരായിരുന്ന ശ്രീ സുരേന്ദ്രന്റെ പാവനമായ സ്മരണയ്ക്ക് ഞാൻ ശിരസ് നമിക്കുന്നു, നടത്തുന്നു. UDFന്റെ ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ PT മാത്യു, ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ANDUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ ചന്ദ്രശേഖരൻ അടക്കം ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനികൾ ശാന്തഭദ്രമായ ചിരിയുമായി സുരേന്ദ്രൻ ഇപ്പോൾ കടന്നു വന്ന് നമ്മളെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കും എന്ന് തോന്നിപ്പോകുന്നു. അപൂർവമാളിക്ക് മാത്രമാണ് തന്റെ സഹപ്രവർത്തകന്മാരുടെ എല്ലാവരുടെയും പേരോർത്തിരുന്ന് അവരെ അഭിസംബോധന ചെയ്യാൻ കഴിയും. കടന്നു വന്ന വഴികൾ നടക്കാതെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും സ്നേഹവും കരുണയും കരുതലും കൈമുതലാക്കിയ ഒരു നേതാവ്. ആ ധന്യാത്മാവിന്റെ പാവന സ്മരണയ്ക്ക് ആദരഞ്ജലി അർപ്പിക്കുക. ഞാൻ വിസ്മയത്തോടെ നോക്കിക്കണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഹിന്ദിയും ഇംഗ്ലീഷുമൊക്കെ അനായാസം അനർക്കണം സുരേന്ദ്രന്റെ സാഹിത്യമായത് എന്ന് ഞാൻ എപ്പോഴും അതിശയത്തോടെ മാതൃകയാണ് അനുകരിക്കാൻ തീർച്ചയായും ആ ധന്യാത്മാവിന്റെ ആദർശമെന്നൊക്കെ ഒരിക്കൽ കൂടി ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ ദുഃഖത്തെയും വേദനയെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന്റെ പ്രിയപുത്രി ശ്രുതി അടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് യോഗീശ്വരന്റെ ശക്തിയും കരുത്തും നൽകട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മൾ ANDUCയുടെ അനുസ്മരണ സമ്മേളനം ഇവിടെ DCC ഓഫീസിൽ നടക്കുന്നുണ്ട്. സമയത്തിന്റെ ഒരു വിഷയമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട ചന്ദ്രൻ നെല്ലങ്കേരി ANDUC ജില്ലാ പ്രസിഡന്റ്, KSU ജില്ലാ പ്രസിഡന്റ്, അതിൽ നമ്മുടെ ജവഹർ ബാലജനവേദിയുടെ ജില്ലാ പ്രസിഡന്റാണ് മുരളീഷ് ഉൾപ്പെടെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ KPC മെമ്പർ അമൃത, മറ്റ് K പ്രമോദ്, മായൻ, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ രാഹുൽ, ഗിരിജേച്ചി, ശ്രീ കട്ടാമ്പല രാമേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ണികൃഷ്ണൻ, DCC വൈസ് പ്രസിഡന്റ് പരിശോധകൻ, മറ്റ് സ്നേഹനാരായണ മറ്റ് നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകർ, ശ്രീ മുഹമ്മദ് ബ്ലാത്തൂർ, VCC ഉൾപ്പെടെ നേതാക്കന്മാർ, സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെയുണ്ട്. അവരുടെയൊക്കെ അനുസ്മരണത്തിൽ അവരുടെ സ്മരിച്ചതായി അവർ അറിയിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട സൗദി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ സുരേന്ദ്രനുമായിട്ട് ഏറ്റവും അടുത്ത ദീർഘമായി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ആ യാത്രയിൽ ഉടനീളം ഒരു അരയര മണിക്കൂർ വെച്ചിട്ട് കുടുംബത്തെ, ഭാര്യയാണേലും മക്കളെയാണേലും വിളിക്കുകയും ഭക്ഷണ കാര്യങ്ങളും എല്ലാം കൃത്യമായി
അവിടെ എത്താൻ പറ്റും. നമുക്കറിയാം സുരേന്ദ്രേട്ടന് ഉച്ചക്കെല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയം, എന്നാൽ പറ്റുന്ന സമയത്തൊക്കെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ കുടുംബത്തെ അത്രമാത്രം താലോലിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് എന്നുകൂടി ഞാനിവിടെ ഓർക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട INTC-യുടെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിന്റെ ചാർജ് വഹിക്കുന്ന മനോജ് ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും മറ്റ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചറിയിക്കുന്നു.